പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. ഈ ദിവ്യകാരുണ്യ ആരാധനയുടെ സമയത്ത് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് തമ്പുരാൻ്റെ വലിയ സ്നേഹം, അവിടുത്തെ വലിയ കൃപ ഇറങ്ങി വരുന്ന സമയമാണ്. ഇന്ന് പ്രത്യേകമായി നമ്മൾ ധ്യാനിക്കുന്നതും ചിന്തിക്കുന്നതും ജോബിൻ്റെ പുസ്തകം 12-ാം അധ്യായം 7, 8, 9 വാക്യങ്ങളാണ്. വന്യമൃഗങ്ങളോട് ചോദിക്കുവിൻ, അവ നിങ്ങളെ പഠിപ്പിക്കും. ആകാശപ്പറവകളോട് ചോദിക്കുവിൻ, അവ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഭൂമിയിലെ സസ്യങ്ങളോട് ചോദിക്കുവിൻ, അവ നിങ്ങളെ ഉപദേശിക്കും. ആഴിയിലെ മത്സ്യങ്ങളും നിങ്ങളോട് പ്രഖ്യാപിക്കും. കർത്താവിൻ്റെ കരങ്ങളാണ് ഇവയെല്ലാം പ്രവർത്തിച്ചതെന്ന് അവയിൽ നിന്ന് ഏതിനാണ് അറിഞ്ഞുകൂടാത്തത്? ഇന്നത്തെ നമ്മുടെ വലിയ ചിന്ത മറ്റൊന്നുമല്ല, പ്രപഞ്ചത്തിലേക്ക് നോക്കി നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താനായി നമുക്ക് സാധിക്കും. നല്ല തമ്പുരാൻ അതിനുവേണ്ടിയാണ് നമുക്ക് ചുറ്റും മനോഹരമായ പൂർണ്ണതയുള്ള ധാരാളം കാര്യങ്ങൾ നിർമ്മിച്ച് അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമായി കരുതിയിരിക്കുന്നത്. നമ്മുടെ ഒത്തിരി സ്വപ്നങ്ങളാണ് ഏറ്റവും പരിപൂർണമായി ജീവിക്കുക, സ്നേഹിക്കുക, നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം പരിപൂർണമായി ലഭിക്കുക എന്നുള്ളത്. നമുക്ക് നമ്മുടെ മനസ്സിൽ ഭൗതികമായ ഒരു കാര്യത്തെ ആഗ്രഹിക്കാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് അതുതന്നെ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. നമുക്കൊരു കാര്യം കണ്ടാൽ കണ്ടിട്ട് അത് എനിക്ക് വേണം, അതെനിക്ക് ആവശ്യമുള്ളതാണ് എന്നെനിക്ക് ചിന്തിക്കാൻ സാധിക്കുന്നത് തന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്കുള്ളത് കൊണ്ടാണ്. അപ്പം അതിന് നമുക്ക് നന്ദി പറയാനായിട്ട് സാധിക്കണം. എനിക്കൊരു കാര്യം കണ്ടപ്പോൾ, ഒരു ഭൗതിക വസ്തു കണ്ടപ്പോൾ കണ്ടിട്ട് അതിനോട് ആകർഷണം തോന്നിയെങ്കിൽ, അതെനിക്ക് സ്വന്തമാക്കണമെന്ന് തോന്നിയെങ്കിൽ അത് തന്നെ വലിയൊരു അനുഗ്രഹമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആ ഒരു ചിന്തയ്ക്ക് പുറകിൽ തമ്പുരാൻ വച്ചിരിക്കുന്ന വലിയൊരു കൃപയുടെ ഒരു ഭാഗമുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയേ മതിയാവുകയുള്ളൂ. ഒരു മനോഹരമായൊരു പുഷ്പം കാണുമ്പോൾ അതിൻ്റെ ഒരു പൂർണ്ണത നമുക്കവിടെ കാണാനായി സാധിക്കും. നമുക്ക് ചുറ്റുമുള്ള എല്ലാ വസ്തുക്കളെയും തമ്പുരാൻ പരിപൂർണമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു കാര്യം, നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ പരിപൂർണത തന്നെയാണ്. എപ്പോഴാണ്? ഈശോയിൽ ആയിരിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു പരിപൂർണത സ്വന്തമാക്കാനായി സാധിക്കുക. അതുകൊണ്ടാണ് ജോബിൻ്റെ പുസ്തകത്തിൽ നാം കാണുന്നത്, വന്യമൃഗങ്ങളോട് ചോദിക്കുവിൻ, അവ നിങ്ങളെ പഠിപ്പിക്കും. ആകാശപ്പറവകളോട് ചോദിക്കുവിൻ, അവ നിങ്ങൾക്ക് പറഞ്ഞു തരും എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. നമ്മുടെ ജീവിതത്തിൽ ഈ പുറമേ കാണുന്ന ഭൗതിക വസ്തുക്കളുടെ പൂർണ്ണത കാണുമ്പോൾ ദൈവത്തിങ്കിലേക്ക് തിരിയാനായി നമുക്ക് സാധിക്കുന്നുണ്ടോ? നല്ല ഒരു പുഷ്പം കാണുമ്പോൾ ദൈവത്തിൻ്റെ സൃഷ്ടിയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? നല്ല ഒരു ചെടി കാണുമ്പോൾ നമുക്ക് ദൈവത്തിൽ അതിന് നന്ദി പറയാനായി നമുക്ക് സാധിക്കുന്നുണ്ടോ? അതായത് ഭൗതിക വസ്തുക്കളെ പരിപൂർണമായി നമ്മുടെ ചുറ്റും തമ്പുരാൻ ക്രമീകരിച്ചിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ പരിപൂർണത കൊണ്ടുവരുവാൻ ആഗ്രഹിച്ചുകൊണ്ടാണ്. ചുറ്റുമുള്ളതിനെ കണ്ടുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ്റെ മാനസിക അവസ്ഥയെക്കുറിച്ച് ഈശോയ്ക്ക് നല്ലതുപോലെ അറിയാം. അതുകൊണ്ടാണ് ചുറ്റുമുള്ളവയിലെല്ലാം പരിപൂർണത നിറച്ചു വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ പൂർണ്ണത നിറച്ചു വെച്ചുകൊണ്ട്, കൃപ നിറച്ചു വെച്ചുകൊണ്ട് മനുഷ്യനോട് ഈശോ ആവശ്യപ്പെടുകയാണ്, ദൈവം ആവശ്യപ്പെടുകയാണ്, നീ ആയിരിക്കുന്ന സ്ഥലത്ത് നീ പരിപൂർണനായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളത്. ഒരു പുഷ്പം 2 നാൾ അല്ലെങ്കിൽ 3 നാളെ അത് ജീവിക്കുന്നുള്ളൂ എങ്കിൽ പോലും അതിൻ്റെ പൂർണ്ണതയിൽ അത് ജീവിക്കുകയാണ്. ഏറ്റവും മനോഹരമായ രീതിയിൽ കാണുന്നവർക്ക് സന്തോഷം നൽകുന്നു,
വണ്ടിനത് തേൻ നുകരാൻ കൊടുക്കുന്നു, അതുപോലെ തന്നെ ആ ചെടിക്ക് ഒരു വില നൽകുകയാണ്. അതുപോലെ മനുഷ്യനും, പ്രകൃതിയുടെ മകുടമായി നിൽക്കുന്ന മനുഷ്യനും തമ്പുരാനിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഇതുപോലെ തങ്ങളുടെ ജീവിതത്തിൽ താനായിരിക്കുന്ന സ്ഥലത്തിൽ പൂർണ്ണതയിൽ ജീവിക്കാനായി സാധിക്കും. ആ ഒരു വലിയ സത്യം നമ്മൾ തിരിച്ചറിയണം. എപ്പോഴും നന്ദിയുള്ളവരായിരിക്കുക. നമുക്ക് ചുറ്റുപാട്ടും കാണുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് നല്ലൊരു ഭവനത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുമ്പോൾ നമുക്ക് നന്ദി പറയാനായി സാധിക്കും. എനിക്ക് ഈ ഭവനത്തിൽ താമസിക്കാൻ സാധിച്ചത് തമ്പുരാൻ്റെ വലിയ കൃപ കൊണ്ടാണ്. എനിക്കൊരു വാഹനത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുമ്പോൾ ആ തമ്പുരാൻ്റെ കൃപ കൊണ്ട് എനിക്ക് ലഭിച്ചതാണ്. എത്രയോ നന്ദിയുള്ളവരായിരിക്കണം. നമുക്കൊരു നേരത്തെ സ്വാദിഷ്ടമായ ഭക്ഷണം കഴിക്കാൻ സാധിക്കുമ്പോൾ അത് നമുക്ക് നന്ദിയുള്ളവരായിരിക്കണം. ഈ പ്രകൃതിയിലെ കാറ്റും അതിൻ്റെ സൗന്ദര്യവുമൊക്കെ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുമ്പോൾ നമുക്ക് നന്ദിയുള്ളവരായിരിക്കണം. അത് പ്രകൃതി തമ്പുരാൻ നമുക്കായിട്ട് ഒരുക്കിയിരിക്കുകയാണ്. നമുക്ക് നല്ല സൗഹൃദങ്ങൾ ലഭിക്കുമ്പോൾ നമുക്ക് നന്ദിയുള്ളവരായിരിക്കണം. തമ്പുരാൻ നമുക്ക് നൽകിയതാണ്. അങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ചുറ്റുവട്ടം തമ്പുരാൻ നൽകിയ അനുഗ്രഹങ്ങൾ വലിയ നീണ്ട നിരയുണ്ട്. അതിനെത്രമാത്രം നമ്മൾ നന്ദി പറയുമ്പോഴാണ് കൂടുതൽ കൂടുതൽ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് വരിക. രാവിലെ ഒരു വ്യക്തി നമ്മോട് ഗുഡ് മോർണിംഗ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയുമ്പോൾ, ഒരു നല്ല പ്രഭാതത്തെക്കുറിച്ച്, നമ്മിലുള്ള ഈശോ സാന്നിധ്യത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുമ്പോൾ നമ്മൾ കൃതജ്ഞതയുള്ളവരായിത്തീരും. അങ്ങനെ നമ്മുടെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ നന്ദിയുള്ള വ്യക്തികളായി മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. കാരണം കൂടുതൽ നന്ദിയുള്ളവരിലേക്കാണ് കൂടുതൽ കൃപകൾ വരിക. കൂടുതൽ നന്ദിയുള്ളവരിലേക്കാണ് കൂടുതൽ ദൈവകൃപകൾ കടന്നു വരിക. അതുകൊണ്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു നേരത്തെ ഭക്ഷണം നമ്മൾ കഴിക്കുമ്പോൾ, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ, നമ്മളൊരു യാത്ര ചെയ്യുമ്പോൾ, നമ്മൾ പാട്ട് കേൾക്കുമ്പോൾ, ഒരു സുഹൃത്തിനോട് സംസാരിക്കുമ്പോൾ, നമുക്കൊരു ജോലി ചെയ്യുമ്പോൾ, ഇനി നമുക്ക് വിശ്രമിക്കാൻ സാധിക്കുമ്പോൾ, ഇവിടെയൊക്കെ നമുക്ക് നന്ദി പറയാനായിട്ടുണ്ട്. ആ ഒരു കാര്യം നമ്മൾ മറന്നു പോകരുത്. ഈശോ പ്രത്യേകിച്ച് ജോബിൻ്റെ പുസ്തകത്തിലൂടെ പറയുന്ന കാര്യം ഇതാണ്: വന്യമൃഗങ്ങളോട് ചോദിക്കുവാൻ അവ നിങ്ങളെ പഠിപ്പിക്കും, ആകാശപ്പറവോട് ചോദിക്കുവാൻ അവ നിങ്ങൾക്ക് പറഞ്ഞു തരും. അവർക്ക് ആശങ്കകളൊന്നുമില്ല, പക്ഷേ അവയെല്ലാം തമ്പുരാൻ തീറ്റിപ്പോറ്റുന്നുണ്ട്. നമുക്ക് ആശങ്കകളാണ്, നാളത്തെക്കുറിച്ചുള്ള ചിന്തകളാണ്. നമ്മുടെ എല്ലാ ആകുലതകളും, നമ്മുടെ എല്ലാ സങ്കടങ്ങളും മനസ്സിലാക്കുന്നവനല്ല നല്ല തമ്പുരാൻ. എന്തിനാ ആശങ്കപ്പെടേണ്ടത്? ദൈവം എൻ്റെ കൂടെയുണ്ട് എന്ന് ബോധ്യമുണ്ടെങ്കിൽ പിന്നെ ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള വിഷമങ്ങളുണ്ട്, നമ്മുടെ മക്കളെക്കുറിച്ചുള്ള ആരോഗ്യത്തെക്കുറിച്ചുള്ള സങ്കടങ്ങളുണ്ട്. എന്തിനാണ് നമ്മൾ ആകുലപ്പെടുന്നത്? നാം വിശ്വസിക്കുന്ന, നമ്മുടെ കൂടെയായിരിക്കുന്ന നല്ല ഈശോ നമ്മുടെ ഉള്ളിടത്തോളം കാലം നമ്മളെന്തിനാണ് സങ്കടപ്പെടുന്നത്? പരിപൂർണമായി തമ്പുരാൻ്റെ ശബ്ദത്തിലേക്ക് നമ്മളെ ചേർത്ത് നിർത്താൻ നമുക്ക് സാധിച്ചാൽ മാത്രം മതി. അതുകൊണ്ടാണ് തമ്പുരാൻ പറയുന്നത്, ജോബിൻ്റെ പുസ്തകത്തിലൂടെ പറയുന്നത്, ഭൂമിയിലെ സസ്യങ്ങളോട് ചോദിക്കും, അവ നിങ്ങളെ ഉപദേശിക്കും. ഒത്തിരി കാര്യങ്ങൾ ആ സസ്യങ്ങൾ പറയുന്നുണ്ട്. ആ സസ്യം പാകം ചെയ്യുന്നത് എങ്ങനെയാണ്? സൂര്യനിൽ നിന്ന് ലഭിക്കുന്ന പ്രകാശരശ്മികളെ സ്വീകരിച്ചുകൊണ്ടാണ്. അതാണ് തമ്പുരാൻ പറയുന്നത്. ഒരു മനുഷ്യനും ജീവിക്കേണ്ടത് ഈ സ്വർഗത്തിൽ നിന്ന് ലഭിക്കുന്ന ദൈവത്തിൻ്റെ ദിവ്യമായ പ്രകാശം, അതായത് ദിവ്യമായ കൃപകൾ സ്വീകരിച്ചുകൊണ്ടാണ് അനുദിനം അവൻ്റെ ഓരോ കാര്യങ്ങളും പാകം ചെയ്യേണ്ടത്. ആത്മീയ കാര്യങ്ങൾ, ഭൗതികമായ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും പാകം ചെയ്യേണ്ടത് ഈ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ടാണ്. അതുകൊണ്ടാണ് തമ്പുരാൻ പറയുന്നത്, ഭൂമിയിലെ സസ്യങ്ങളോട് ചോദിക്കുവിൻ, അവ നിങ്ങളെ ഉപദേശിക്കുവിൻ. പക്ഷേ ബുദ്ധിയുള്ള, ജ്ഞാനമുള്ള, വിവേകമുള്ള മനുഷ്യൻ മാത്രം തമ്പുരാൻ്റെ വഴിയിൽ നിന്നും, അല്ലെങ്കിൽ തമ്പുരാൻ്റെ ഈ വലിയ പദ്ധതിയെ, വലിയ അനുഗ്രഹങ്ങളെ മനസ്സിലാക്കാതെ എല്ലാ ദിവസവും സങ്കടപ്പെട്ട് ജീവിക്കുകയാണ്. നമ്മുടെ ജീവിതത്തെ ഒരിക്കൽ കൂടി ഒന്ന് പരിശോധിക്കുക. നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ച് നന്ദി പറയാനായിട്ട് നമുക്ക് എത്രമാത്രം സാധിച്ചിട്ടുണ്ട്? എത്രമാത്രം നമുക്ക് സാധിച്ചിട്ടുണ്ട്? കിട്ടിയ അനുഗ്രഹങ്ങളുടെ നീണ്ട നിര നമ്മുടെ ജീവിതത്തിലുണ്ട്. ഈശോയോട് ചോദിക്കാം, ഈശോയോട് പറയാം,
ഈശോയെ നന്ദി പറയാനായിട്ട് പലപ്പോഴും ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. കിട്ടിയ അനുഗ്രഹങ്ങളുടെ നീണ്ട നേരം ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. പക്ഷെ പലപ്പോഴും ഇത് ഞങ്ങൾക്ക് അർഹതപ്പെട്ടതാണ് എന്നുള്ള ചിന്തയിൽ നന്ദിയില്ലാതെ ഞങ്ങൾ പലപ്പോഴും ജീവിക്കാറുണ്ട്. അത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറിയിരിക്കുകയും ഇത് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്, ഇത് ഞങ്ങൾക്ക് അർഹതപ്പെട്ടതാണ് എന്നുള്ള ചിന്തയിലാണ്. അപ്പോഴാണല്ലോ ഈശോയെ നീ നൽകുന്ന ആകാശപ്പറവുകളോട് ചോദിക്കുന്ന അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുമെന്ന് പറയുന്നത്. ആകാശപ്പറവുകൾക്ക് അവകാശമെന്ന് പറയാനായിട്ട് എന്താണുള്ളത്? സ്വന്തമായൊരു കൂട് അവർക്കില്ല. ഒരുപക്ഷെ അവർ നിർമ്മിക്കുന്ന കൂട് പോലും ഒരു കാറ്റത്ത് പറന്നു പോകുന്നതാണ്. അതുകൊണ്ട് നമ്മുടേതെന്ന് നമ്മൾ അഹങ്കരിക്കുന്ന പലതും നമ്മുടേതെന്ന് നമുക്ക് അഹങ്കരിക്കാനില്ല എന്നുള്ള ചിന്ത വരുമ്പോഴാണ് നമുക്ക് കിട്ടിയതിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാനായി സാധിക്കുക. ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടച്ചുകൊണ്ട് നമുക്ക് ചുറ്റും എത്രയോ അനുഗ്രഹങ്ങളുടെ നീണ്ട നിരയെ തമ്പുരാൻ ഒരുക്കി വച്ചിരിക്കുന്നത് നമുക്ക് കാണാം. ഈ ആരാധനയിൽ ഈ ദിവികാരുണ്യത്തിൻ്റെ സജീവമായ സാന്നിധ്യത്തിലായിരുന്നു കൊണ്ട് പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിക്കുന്ന ഈശോയോട് നമുക്ക് പറയാം, ഈശോയെ നന്ദി. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ചുറ്റുപാടുകളിൽ ഞങ്ങളെ പഠിപ്പിക്കാനായി ഒരുക്കി വച്ചിരിക്കുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. പ്രപഞ്ചത്തിൻ്റെ ഓരോ സൃഷ്ടിയും, ഓരോ സസ്യങ്ങളും, ഓരോ പക്ഷികളും, ഓരോ ജീവജാലങ്ങളും ഞങ്ങളെ ഓരോ രഹസ്യങ്ങൾ, കൃപകളിലേക്ക് വളരേണ്ട രഹസ്യങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. അത് മനസ്സിലാക്കാനുള്ള ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ. കർത്താവേ, നിൻ്റെ കരങ്ങളാണ് ഇവയുടെ എല്ലാം പുറകിൽ പ്രവർത്തിക്കുന്നത് ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അതിന് പരിപൂർണമായി ഞങ്ങൾ ഈ ദിവികാരുണ്യത്തിൻ്റെ മുമ്പിൽ ഞങ്ങളുടെ ആശ്രയം വയ്ക്കുന്നു. ഞങ്ങളുടെ മേ കൃപയായിരിക്കണമേ, ഞങ്ങളുടെ മേ കഴിവായിരിക്കണമേ. ഞങ്ങൾ കുറവുകളുണ്ട്, ഞങ്ങളുടെ ജീവിതത്തിൽ കുറവുകളുണ്ട്, ഞങ്ങളുടേതായ സ്വപ്നങ്ങളുണ്ട്, ഞങ്ങളുടേതായ ആഗ്രഹങ്ങളുണ്ട്. പലപ്പോഴും ആ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ലഭിക്കാതെ വരുമ്പോൾ ഞങ്ങൾ ഒത്തിരി വേദനിക്കാറുണ്ട്, സങ്കടപ്പെടാറുണ്ട്, ഞങ്ങളുടെ നിലം മറന്ന് ഞങ്ങൾ പ്രവർത്തിക്കാറുണ്ട്, പരാതിപ്പെടാറുണ്ട്, വഴക്കുണ്ടാക്കാറുണ്ട്, പല വിധത്തിലുള്ള അസ്വസ്ഥതകളോടെ ഞങ്ങൾ കടന്നു പോകാറുണ്ട്. ഈശോയെ, നിൻ്റെ സജീവമായ സാന്നിധ്യത്തിലായിരുന്നു കൊണ്ട് നീ നൽകാതെ ഒന്നും സ്വീകരിക്കാൻ സാധിക്കില്ല എന്നും നീ നൽകുന്നിടത്താണ് സമൃദ്ധിയുള്ളത് എന്നും നിന്നിലൂടെയാണ് അവയെല്ലാം ഞങ്ങളിലേക്ക് വരുന്നത് എന്നുള്ള വലിയ സത്യം പലപ്പോഴും ഞങ്ങൾ മനസ്സിലാക്കാതെ പോവുകയാണ്. ഈശോയെ, നന്ദിയായി തിരിച്ചറിവിന് നന്ദി. ഞങ്ങളുടെ ചുറ്റുവട്ടമുള്ള പ്രപഞ്ചം മുഴുവൻ ഞങ്ങളെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന വലിയ രഹസ്യങ്ങളുടെ ആ വലിയ തിരിച്ചറിവിന് നന്ദി പറയുന്നു. ഈശോ, ഞങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കണമേ, ഞങ്ങളുടെ മനസ്സിനെ തുറക്കണമേ, ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും പരിപൂർണമായി ഈശോയെ നിൻ്റെ സജീവ സാന്നിധ്യത്തിന് മുമ്പിൽ സമർപ്പിക്കുന്നു. പരിശുദ്ധ പരമദിവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.